ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ട്രാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് അമാൽഗമേഷൻ, അതുപോലെ തന്നെ എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് അക്വിസിഷൻ ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന മെത്തേഡ്സും ആൻഡ് എങ്ങനെ നമുക്കൊരു പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായി തന്നെ നമുക്ക് എന്താണ് അമാൽഗമേഷൻ എന്ന് നോക്കാം. സോ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അമാൽഗമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്താണ് അമാൽഗമേഷൻ? രണ്ടോ അതിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്ത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്തതിനാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് സെപ്പറേറ്റ് കമ്പനീസ് ആണെന്ന് വിചാരിക്കാം. എയും ബിയും ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്ത് ചെയ്തു? അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അവരെ വൈൻഡ് അപ്പ് ചെയ്ത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയാണ്. അതിനെയാണ് അമാൽഗമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അമാൽഗമേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ടോ അതിൽ കൂടുതലോ കമ്പനീസ് അവരുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഒരു പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് അമാൽഗമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന രണ്ട് കമ്പനീസ് എന്താണ്, അവർക്ക് അവരുടേതായി ലീഗൽ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഐഡന്റിറ്റീസ് എന്താണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഞ്ചുറിയൻ ബാങ്ക് ലിമിറ്റഡും ബാങ്ക് ഓഫ് പഞ്ചാബ് ലിമിറ്റഡും കൂടി അമാൽഗമേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പുതിയ കമ്പനിയാണ് അവിടെ ഫോം ചെയ്തത്. ദാറ്റ് ഇസ് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ലിമിറ്റഡ് എന്നാണ് ആ ഒരു ബാങ്കിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്തൊരു പുതിയ കമ്പനിയാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് നഷ്ടപ്പെടുന്നു. ആൻഡ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് പുതിയ കമ്പനിയിലേക്ക്. ഓക്കെ, അതായത് പഴയ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത കമ്പനീസിൻ്റെ അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഒരു പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അടുത്തായിട്ട് നമുക്ക് എന്താണ് അബ്സോർപ്ഷൻ എന്ന് നോക്കാം. സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ അബ്സോർബ് ചെയ്യാണ്, ഒരാളെ അബ്സോർബ് ചെയ്യുകയാണ്. അതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് ഒന്നോ അതിൽ കൂടുതലോ കമ്പനീസിനെ ടേക്ക് ഓവർ ചെയ്യുവാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നോ അതിൽ കൂടുതലോ കമ്പനീസിനെ വേറൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ടേക്ക് ഓവർ ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ കമ്പനീസിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ അബ്സോർബ് ചെയ്യുകയാണ്, ഏറ്റെടുക്കുകയാണ്. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അബ്സോർപ്ഷൻ നടക്കുമ്പോഴത്തേക്കും ഒന്നോ അതിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്യും. ആൻഡ് ഈ ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനീസിന് എന്താണ്, അവരുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ലിക്വിഡേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സർവൈവ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റ് ചെയ്യാത്ത കമ്പനി. ആരാണ് അബ്സോർബ് ചെയ്യണത്? അവരായിരിക്കും സർവൈവ് ചെയ്ത കമ്പനി. ആൻഡ് ആ സർവൈവ് ചെയ്ത കമ്പനിയിലേക്ക് ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിക്ക് മാത്രം എന്തില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിക്ക്. വേറെ സർവൈവ് ചെയ്ത കമ്പനിക്കാണെങ്കിലോ അവർക്ക് അവരുടേതായ സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് എപ്പോഴും ഉണ്ടാകും. ഒരു എക്സാമ്പിൾ നോക്കാം. എയും ബിയും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. എയും ബിയും കൂടി അബ്സോർബ് ചെയ്തു. അതായത് ബി എയിനെ അബ്സോർബ് ചെയ്തു, ബി എയിനെ ഏറ്റെടുത്തു. അപ്പം എന്ത് പറ്റി? എ ഇല്ലാതായി, ബി അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ ഓർത്തിരിക്കേണ്ടത്. എ ലിക്വിഡേറ്റ് ചെയ്തു, ബിയോടൊപ്പം ചേർന്നു. ബി എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. എയുടെ അസറ്റ് എല്ലാം ബിക്ക് കിട്ടി, എയുടെ ലൈബിലിറ്റീസ് എല്ലാം ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതോടൊപ്പം തന്നെ എ എന്ന് പറയുന്ന ആ എൻറ്റിറ്റി ഇല്ലാതായി, വേറെ ബി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് എന്താണ് അക്വിസിഷൻ എന്ന് നോക്കാം. സോ അക്വിസിഷൻ എന്ന് പറയുന്നതും അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും ഇന്റർചേഞ്ചബിൾ ആയിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഈ അക്വിസിഷനും അതേപോലെ തന്നെ അബ്സോർപ്ഷനും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, purchased by one company whole or part of the shares or assets of another company. അതായത് അക്വിസിഷനിൽ സംഭവിക്കുന്നത് അക്വയർ ചെയ്യുകയാണ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ അസറ്റ്സും അതുപോലെ തന്നെ ഷെയർസും എന്താണ്, പാർട്ട്ലി അല്ലെങ്കിൽ ഫുള്ളി ആയിട്ട് അബ്സോർബ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അക്വയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അക്വയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, അബ്സോർബ്ഡ് കമ്പനി ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ആരുടെ ഷെയർസാണ് അക്വയർ ചെയ്തത് ആ ആളെ പറയുന്നത് നമ്മൾ അബ്സോർബ് ചെയ്ത കമ്പനി. ആൻഡ് അബ്സോർബ് ചെയ്ത കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. അബ്സോർപ്ഷൻ്റെ കേസിൽ എന്താണ്, ലിക്വിഡേറ്റ് ചെയ്യും. അബ്സോർബ് ചെയ്യപ്പെട്ട കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. വെറാസ് അക്വിസിഷനിൽ വരുമ്പോൾ അബ്സോർബ് ചെയ്ത കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല.
ദെൻ ഇവിടെ രണ്ട് കമ്പനീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. ദെൻ ഓർത്തിരിക്കുക, AS14 അക്യൂസിഷൻ ആപ്ലിക്കബിൾ അല്ല. അക്യൂസിഷൻ വരുന്നത് സെബി ആക്ട് 1992 അക്യൂസിഷൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് AS14 അനുസരിച്ച് അക്യൂസിഷൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അനുസരിച്ച് അക്യൂസിഷൻ അവിടെ ആപ്ലിക്കബിൾ അല്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തായി എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് നോക്കാം. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, ഒരു കമ്പനി വേറൊരു കമ്പനീനെ മേടിക്കുകയാണ്. അപ്പോൾ ആ മേടിക്കുന്നതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കണം. ആ കൺസിഡറേഷൻ പറയുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഒരു പർച്ചേസ് ചെയ്ത കമ്പനി മറ്റൊരു കമ്പനിക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നതിനാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് 4 ടൈപ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലംസം മെത്തഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ലിമിറ്റഡ് പർച്ചേസ് B ലിമിറ്റഡ് ഫോർ ₹10 crore. ഓക്കെ, A ലിമിറ്റഡ് B ലിമിറ്റഡിന് 10 crore പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ലംസം ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പർച്ചേസ് കൺസിഡറേഷൻ ഡയറക്റ്റ്ലി അസർട്ടൈൻമെൻ്റ് ആണ് വരുന്നത്. അതായത് ഡയറക്റ്റ്ലി അവിടെ പറഞ്ഞിരിക്കുകയാണ് 10 crore എന്ത് ചെയ്തിരിക്കുന്നത്, A ലിമിറ്റഡ് B ലിമിറ്റഡിനെ പർച്ചേസ് ചെയ്തതെന്ന്. അപ്പോൾ അവിടെ എന്താണ്, ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ തന്നിട്ടുണ്ടാകും. സെക്കൻഡ് കേസാണ് നെറ്റ് അസറ്റ് മെത്തഡ്. സോ നെറ്റ് അസറ്റ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് അസറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രോബ്ലം വരുമ്പോൾ. അതേപോലെ തന്നെ അടുത്തൊരു മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. ആൻഡ് ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡാണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് ലംസം മെത്തേഡ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാകും പർച്ചേസ് കൺസിഡറേഷൻ. നെറ്റ് അസറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും അതുപോലെ തന്നെ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡുമാണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ചെയ്യാൻ നേരത്ത് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, സെല്ലിംഗ് കമ്പനിയാണ് നമ്മൾ ട്രാൻസ്ഫർ കമ്പനി എന്ന് പറയാറുണ്ട്. സോ ട്രാൻസ്ഫർ കമ്പനി എന്നാണ് നമ്മളിവിടെ പർച്ചേസ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ട്രാൻസ്ഫർ കമ്പനി എന്നായിരിക്കും സെല്ലിംഗ് കമ്പനീനെ പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമാൽഗമേഷൻ്റെ കേസിൽ എയും ബിയും 2 കമ്പനീസ് ഉണ്ട്. 2 കമ്പനീസും ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനിയാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു കേസിൽ എയും ബിയും എന്താണ്, സെല്ലിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കമ്പനിയാണ്. ആൻഡ് ഇൻ അബ്സോർപ്ഷൻ്റെ കേസിൽ എന്താണ്, ഒരു കമ്പനിയാണ് അവിടെ ലിക്വിഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനി സർവൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനീനെ ആയിരിക്കും നമ്മൾ ട്രാൻസ്ഫർ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ അക്വിസിഷൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, അവിടെ നമ്മൾ പാർട്ട്ലി അല്ലെങ്കിൽ ഫുള്ളി ഷെയർസ് അല്ലെങ്കിൽ അസറ്റ്സ് ഒക്കെ എന്തായിരിക്കും, അക്യൂർ ചെയ്യായിരിക്കും ചെയ്യുന്നത്. സോ ആരുടെ ഷെയർസ് ആണോ പർച്ചേസസ് ഒക്കെ ആണോ പോകുന്നത് അവരെയായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫറർ കമ്പനി. അവരുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നു. ആൻഡ് പർച്ചേസ് കമ്പനി അല്ലെങ്കിൽ പർച്ചേസിംഗ് കമ്പനി ആരായിരിക്കും, ട്രാൻസ്ഫറി എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ട്രാൻസ്ഫറി കമ്പനിയാണ് പർച്ചേസിംഗ് കമ്പനി. സോ ദാറ്റ് സർവൈവ് ചെയ്യുന്ന കമ്പനി, എല്ലാ ലിക്വിഡേഷൻ കഴിഞ്ഞ് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി ആരാണോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓർത്തിരിക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, മറക്കരുത്. പർച്ചേസിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ഫറി ആണ്. സെല്ലിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെഞ്ചർ കമ്പനി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറർ ആണ്. സെല്ലിംഗ് ഓർ വെഞ്ചർ, ട്രാൻസ്ഫറർ. ഓക്കെ, അത് മറക്കരുത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Given below are the extract of balance sheet of Sangeeta Limited as at 31st March 2080. Particulars: equity share capital of ₹10 each is 60,000, 8% preference share capital of ₹10 each 5,000, 7% debentures 5,000, trade payable 6,000, reserves and surplus, general reserve 4,000 and surplus account 20,000, total 24,000, tangible asset 44,000, intangible asset 28,000, inventory 16,000, trade receivables 8,000, cash and cash equivalents 4,000. Lulu Limited agreed to take over Sangeeta Limited. Calculate purchase consideration on the basis of following. Goodwill is revalued at 10,000. Tangible assets are revalued at 49,000. Inventory and trade receivables are revalued at 30,000 and 8,000 respectively. Lulu Limited does not take over cash but agrees to assume that the liability of trade payables at ₹5,000. സോ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ലുലു ലിമിറ്റഡ് എഗ്രി ടു ടേക്ക് ഓവർ സംഗീത ലിമിറ്റഡ് എന്നാണ്.
സോ സംഗീത ലിമിറ്റഡ് ആണ് ഇവിടെ ട്രാൻസ്ഫർ കമ്പനി ആൻഡ് ലുലു ലിമിറ്റഡ് ആണ് ഇവിടെ ട്രാൻസ്ഫറി കമ്പനി. അത് ഓർത്തിരിക്കുക. സോ ഇവിടെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ എന്തിന്റെ ബേസിലാണ് തന്നിരിക്കുന്നത്? അസറ്റിന്റെ ബേസിലാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അസറ്റിന്റെ ബേസിലാണെന്നുള്ള കാര്യം? ഗുഡ്സും അതേപോലെ തന്നെ ഗുഡ്വില്ലും ടാഞ്ചിബിൾ അസറ്റ്സും ഇൻവെന്ററിയും ട്രേഡ് റിസീവബിൾസും എല്ലാം എന്താണ്? അസറ്റ്സ് ആണ്. അസറ്റ്സിന്റെ ആണ് റീവാല്യൂഡ് എമൗണ്ട് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഫെയർ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നെറ്റ് അസറ്റ് മെത്തേഡിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയപ്പോൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അല്ല കൺസിഡർ ചെയ്യേണ്ടത്, പകരം ഫെയർ വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫെയർ വാല്യൂ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ്. സോ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അസറ്റ് മൈനസ് ലൈബിലിറ്റീസ് ആണ് എന്ത് നെറ്റ് അസറ്റിൽ വരുന്നത്. സോ ടോട്ടൽ അസറ്റിൽ നിന്നും ടോട്ടൽ ലൈബിലിറ്റീസ് ഡിഡക്ട് ചെയ്യുക. അവിടെ നമ്മൾ ഫെയർ വാല്യൂവിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫെയർ വാല്യൂവിനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫെയർ വാല്യൂ ആബ്സെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഫെയർ വാല്യൂ ആബ്സെൻ്റ് ആയ സിറ്റുവേഷനിൽ മാത്രമായിരിക്കും നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നെറ്റ് അസറ്റ് ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് എന്താണ്, നമുക്ക് എഗ്രീഡ് വാല്യൂ ഓഫ് ദി അസറ്റ് ടേക്ക് ഓവർ, എഗ്രീഡ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് ദി അസറ്റ് ആണ് എടുക്കേണ്ടത്. അതായത് നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ്സിന്റെ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ എഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് അസറ്റ്സിന്റെ ആണ് എഗ്രീഡ് വാല്യൂ. ഓക്കെ, എഗ്രീഡ് ഓർ ഫെയർ വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാൻ മനസ്സിലാവും, അഡ്ജസ്റ്റ്മെന്റ്സിൽ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗുഡ്വിൽ ഇസ് റീവാല്യൂഡ് അറ്റ് 10,000. സോ ഗുഡ്വില്ലിന് നമുക്ക് 10,000 rupees കിട്ടും. സോ ഗുഡ്വിൽ rupees 10,000. അടുത്ത അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ് റീവാല്യൂഡ് അറ്റ് 49,000 എന്നാണ്. സോ ടാഞ്ചിബിൾ അസറ്റ്സ് എത്ര രൂപയ്ക്കാണ്? 49,000. സോ സെക്കൻഡ് വൺ ഇസ് tangible assets 49,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെന്ററി ആൻഡ് റിസീവബിൾസ് ആർ റീവാല്യൂഡ് അറ്റ് 13,000 ആൻഡ് 8,000 റെസ്പെക്ടീവ്ലി. സോ ഇൻവെന്ററി at 13,000 and trade receivables at rupees 8,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലുലു ലിമിറ്റഡ് ഡസ് നോട്ട് ടേക്ക് ഓവർ ദ ക്യാഷ് എടുക്കുന്നില്ല. അസ്യൂം ദാറ്റ് ദ ലൈബിലിറ്റീസ് ഓഫ് ട്രേഡ് പേയബിൾസ് അറ്റ് 5,000. സോ നമുക്ക് എന്താണ്, നമ്മുടെ എഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഇത്രയും കാര്യങ്ങളുടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം പിന്നെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല. സോ അസറ്റ് ഒക്കെ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ അല്ലെങ്കിൽ ലൈബിലിറ്റീസ് അറ്റ് ഫെയർ വാല്യൂ. സോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ട്രേഡ് പേയബിൾസ് എഗ്രീഡ് അറ്റ് 5,000 ആണ്. സോ ട്രേഡ് പേയബിൾസ് $5,000. നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാകും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലൈബിലിറ്റി ആണോ? അല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഒക്കെ. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസും എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതെന്താണ്? നമുക്കൊരു ലൈബിലിറ്റി അല്ല. ദെൻ നമുക്ക് നോക്കാൻ മനസ്സിലാവും 7% ഡിബഞ്ചേഴ്സ് വരുന്നുണ്ട്. സോ 7% ഡിബഞ്ചേഴ്സ് ഓഫ് കോഴ്സ് എന്താണ്? ലൈബിലിറ്റി ആണ്. സോ അതിന്റെ ഫെയർ വാല്യൂ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ബുക്ക് വാല്യൂവിൽ എൻ്റർ ചെയ്യണം 7% ഡിബഞ്ചേഴ്സ് at the rate of rupees 5,000. ഇത് രണ്ടുമാണ് നമുക്ക് ലൈബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ആൻഡ് അസറ്റ്സ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ അസറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതൊരു കൺസിഡർ ചെയ്യാത്തത്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് 59 മൈനസ് 10,000 ദാറ്റ് ഇസ് 70,000 ആണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 70,000 ആണ്.
പർച്ചേസ് കൺസിഡറേഷൻ. സോ ഇങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following is the extract of balance sheet of A Limited as on the date of its acquisition by B Limited. സോ എ ലിമിറ്റഡിനെ ബി ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്. സോ ഇവിടെ എ ലിമിറ്റഡ് ആണ് ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ബി ലിമിറ്റഡ് ആണ് ട്രാൻസ്ഫറി കമ്പനി ആയിട്ട് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ₹26 lakh, ലോങ് ടേം പ്രൊവിഷൻസ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് 2 lakh, ട്രേഡ് പേയബിൾസ് 8 lakh, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗുഡ് വിൽസ് 6 lakh, total tangible assets 6 lakh, inventories 4 lakh, cash and cash equivalents 1 lakh, trade receivables 7 lakh. Additional informations provide ചെയ്തിട്ടുണ്ട്. Goodwill is valued at 9 lakh, tangible assets are valued at 20 lakh, inventory is valued at 3,60,000. All assets and liabilities are taken over. Calculate the amount of purchase consideration. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നെറ്റ് അസറ്റ് മെത്തേഡാണ്. എങ്ങനെ നമുക്ക് മനസ്സിലായി നെറ്റ് അസറ്റ് എന്ന? കാരണം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ്, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കൂടാതെ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ. എല്ലാ അസറ്റ്സും ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എന്താണ് സ്പെസിഫൈ ആയിട്ട് ഓരോന്നിൻ്റെയും ഫെയർ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, ഫെയർ വാല്യൂ തരാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ അസറ്റ്സും എല്ലാ ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യണം. അതായത് അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്തതൊക്കെ നമ്മൾ ബുക്ക് വാല്യൂവിൽ കൺസിഡർ ചെയ്യണം. ആൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഫെയർ വാല്യൂ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ എഗ്രിഡ് വാല്യൂവിൽ നമ്മൾ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് ഡയറക്റ്റ്ലി നോക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി എന്താണ് നെറ്റ് അസറ്റ് മെത്തേഡിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമായി തന്നെ എന്താണ് വേണ്ടത്, അസറ്റിൽ നിന്നും ലൈബിലിറ്റീസ് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. ആൻഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ഫെയർ വാല്യൂവിനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഫെയർ വാല്യൂ കൺസിഡർ ചെയ്യണം. ആൻഡ് ഫെയർ വാല്യൂ ഇല്ലാത്ത അസറ്റ്സിന് നമ്മൾ ബുക്ക് വാല്യൂവിൽ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ആദ്യം തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. സോ അവിടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് വാല്യൂഡ് അറ്റ് 9 lakh ആണ്. സോ ഗുഡ് വിൽ എടുക്കാം ഫസ്റ്റ്. ഗുഡ് വിൽ 9 lakh. Then second പറഞ്ഞിരിക്കുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ് വാല്യൂഡ് അറ്റ് 20 lakh. സോ സെക്കൻഡ് ഇസ് ടാഞ്ചിബിൾ assets 20 lakh. Then the third one is inventory 3,60,000. Then the next one is all assets and liabilities are take over എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാം കഴിഞ്ഞു. അതായത് ഗുഡ് വില്ലും അതുപോലെ തന്നെ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സും ഇൻവെന്ററീസും മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ട്രേഡ് റിസീവബിൾസും ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസും ഉണ്ട്. സോ ട്രേഡ് റിസീവബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ട്രേഡ് റിസീവബിൾസ് അറ്റ് ബുക്ക് വാല്യൂ ആണ് എടുക്കേണ്ടത്, കാരണം എല്ലാ അസറ്റ്സും ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബുക്ക് വാല്യൂ അതായത് ബാലൻസ് ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 7 lakh ആണ്. സോ 7 lakh. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ദാറ്റ് ഇസ് 1 lakh. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നെറ്റ് അസറ്റ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്തു, എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ടോട്ടൽ ആയിട്ടുള്ള നെറ്റ് അസറ്റ് എത്രയാണെന്ന് അസറ്റ് എത്രയാണെന്ന് നോക്കാം. സോ യു വിൽ ബി ഗെറ്റിംഗ് 40,60,000. അടുത്തായിട്ട് നമുക്ക് ലൈബിലിറ്റീസ് ആണ് നോക്കേണ്ടത്. സോ ലൈബിലിറ്റീസ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിൽ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്താണ് തന്നിരിക്കുന്ന ഒറ്റ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് ഫസ്റ്റ് കിടക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഒരു ലൈബിലിറ്റി അല്ല, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്, അതുകൊണ്ട് ഇഗ്നോർ ചെയ്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ടേം പ്രൊവിഷൻസ് ആണ്. ഓഫ് കോഴ്സ് ലോങ് ടേം പ്രൊവിഷൻ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ലൈബിലിറ്റി ലോങ് ടേം പ്രൊവിഷൻ amounted to ₹2 lakh. Then next വരുന്നത് ട്രേഡ് പേയബിൾസ് ആണ്, ദാറ്റ് ഇസ് 8 lakh. ട്രേഡ് പേയബിൾസ് ബാലൻസ് ഷീറ്റില്
trade payables 8 lakh. സോ അങ്ങനെ ടോട്ടൽ ലൈബിലിറ്റീസ് വരുന്നത് 10 lakh rupees ആണ്. സോ 40,60,000 നിന്നും 10 lakh ഡിഡക്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 30,60,000 ആസ് പർച്ചേസ് കൺസിഡറേഷൻ, എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. AB ലിമിറ്റഡ് അക്വയർ ദ ബിസിനസ് ഓഫ് PQ ലിമിറ്റഡ്. സോ AB ലിമിറ്റഡ് PQ ലിമിറ്റഡ് തന്നെയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. സോ AB ലിമിറ്റഡ് ആണ് ട്രാൻസ്ഫറി ആൻഡ് PQ ലിമിറ്റഡ് ആണ് ട്രാൻസ്ഫറർ. For which AB Limited pays rupees 10 lakh in equity shares of rupees 10 each, 7 lakh in 15% debentures of AB Limited and 4,50,000 in cash. Creditors for rupees 90,000 and employee securities deposit for rupees 15,000 are assumed by AB Limited. Calculate purchase consideration. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മുമ്പിലത്തെ ക്വസ്റ്റിനേക്കാളും കുറച്ച് ഡിഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. അതായത് AB ലിമിറ്റഡ് പേ ചെയ്ത എമൗണ്ടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് മെത്തേഡായിരിക്കും? നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡായിരിക്കും. ഇവിടെ AB ലിമിറ്റഡ് PQ ലിമിറ്റഡിന് എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. ഇവിടെ പേയ്മെൻറ്റിൻ്റെ ബേസിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ 10 lakh ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 into 1 lakh. 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 ഈച്ച് ആണ്. സോ rupees 10 into 1 lakh, that is you will be getting 10 lakh. Then അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15% ഡിബഞ്ചേഴ്സ് ഓഫ് AB ലിമിറ്റഡ്. ഓക്കെ, 15% ഡിബഞ്ചേഴ്സ് ആണ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് 15% ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എത്ര രൂപയാണ്? 7 lakh rupees പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 7 lakh. ദെൻ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ആണ്. ഓക്കെ, ക്യാഷ് ആണ്. ക്യാഷ് എത്രയാണ് ക്യാഷ് ഇപ്പൊ തന്നിരിക്കുന്നത്? 4,50,000. 4,50,000. ദെൻ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ് 90,000 അതുപോലെ തന്നെ എംപ്ലോയി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 50,000 അസ്യൂംഡ് ബൈ AB ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് ഇതെന്ന് പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ടുകളല്ല. ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ടുകളല്ല. അല്ലെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അസ്യൂംഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇക്വിറ്റി ഷെയർസിന്റെയും പ്രിഫറൻസ് ഷെയർസിനെയും ഒക്കെ കൺസിഡർ ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, പേയ്മെന്റ് മെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദിസ് ട്രാൻസ്ഫർ കമ്പനിയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ AB ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും ക്യാഷിനെ മാത്രം കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത് 21,50,000 ആണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്. സോ പർച്ചേസ് consideration. Next question നോക്കാം. Given below are the extract from the balance sheet of Axis Limited as at 31st March 2018. Particulars: equity share capital rupees 100, 7,50,000, 11% preference shares share capital rupees 100, 2 lakh, reserves and surplus 3,30,000, 10% debentures of rupees 100, 30,000, current liabilities 1,90,000, tangible assets 7 lakh, current assets 8 lakh. Dena Limited absorb Axis Limited as on the date of the following terms. So ഇവിടെ Dena Limited ആണ് ആക്സിസ് ലിമിറ്റഡിനെ അബ്സോർബ് ചെയ്തിട്ടുള്ളത്. സോ Dena Limited ആണ് ഇവിടെ ട്രാൻസ്ഫറി ആൻഡ് ആക്സിസ് ലിമിറ്റഡ് ആണ് ട്രാൻസ്ഫറർ. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 10% ഡിബഞ്ചേഴ്സ് ഓഫ് ആക്സിസ് ആർ ഡിസ്ചാർജ്ഡ് ബൈ Dena ലിമിറ്റഡ്. സോ അത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് നെറ്റ് അസറ്റ് ആണെന്ന് മനസ്സിലായി. കാരണം എന്താണ്, 10% ഡിബഞ്ചേഴ്സ് ഡിസ്ചാർജ് ചെയ്തത് 15% എന്താണ് ഡിബഞ്ചേഴ്സ് വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആക്സിസ് ലിമിറ്റഡിന്റെ Dena ലിമിറ്റഡ്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്, നെറ്റ് പേയ്മെന്റ് മെത്തേഡാണ്. സോ നമ്മൾ നെറ്റ് പേയ്മെന്റ് മെത്തേഡിലെ പേയ്മെന്റ് ടു
ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ, ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ബിഫോർ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് എടുത്തായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കാം എന്തുകൊണ്ടാണ് അവിടെ ഡിബഞ്ചേഴ്സ് എടുത്തതെന്ന്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് AB ലിമിറ്റഡിന്റെ ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, AB ലിമിറ്റഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ PQ ലിമിറ്റഡ്, അതായത് ട്രാൻസ്ഫറർ കമ്പനി അല്ല, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് 50% പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡിബഞ്ചേഴ്സ് എടുത്തത്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 10% ആക്സിസ് ലിമിറ്റഡിന് ഡിബഞ്ചേഴ്സ് സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനായിട്ടാണ് 50% ഡിബഞ്ചേഴ്സ് ഓഫ് ഡെന ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വന്നത് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് Axis Limited are to be discharged by Dana Limited by issuing equivalent number of 30% preference shares of ₹100 each at the rate of ₹150 each. So ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രിഫറൻസ് ഷെയർസിന്റെ ആണ്. സോ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഓഫ് കോഴ്സ് കൺസിഡർ ചെയ്യണം, ബിക്കോസ് അതെന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് Dana Limited shall issue 4 equity shares of 10 each at the ₹30 each for equity shares in Axis Limited. So Axis Limitedന്റെ ഷെയർസിന് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമാണ്, ഷെയർ ആണ്, അതുകൊണ്ട് അതും കൺസിഡർ ചെയ്യണം. ഡെന ലിമിറ്റഡ് ഷാൽ പേ കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ 10,000. സോ കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇതെന്ന് പറയുന്നത് നെറ്റ് പേയ്മെന്റ് മെത്തേഡാണ്. നെറ്റ് പേയ്മെന്റ് മെത്തേഡിന്റെ അണ്ടറിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകൾ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് 1ഉം 4ഉം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നെറ്റ് പേയ്മെന്റ് മെത്തേഡാണ് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സെക്കൻഡ് ആൻഡ് തേർഡ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് നെറ്റ് പേയ്മെന്റ് മെത്തേഡില് എമൗണ്ട് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ബോത്ത് പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ആക്സിസ് ലിമിറ്റഡ് ആർ ഡിസ്ചാർജ്ഡ് ബൈ ഡെന ലിമിറ്റഡ് ബൈ ഇഷ്യൂവിംഗ് equity shares number of 30% preference shares of ₹100 each at 150. So 13% preference shares ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ റുപ്പീസ് പറഞ്ഞിരിക്കുന്നത് 2 lakh ആണ് ആൻഡ് 100 ഈച്ച് ആണ്. സോ 2 lakh ഡിവൈഡഡ് ബൈ 100 which is equal to 2000 ഷെയർസ് ആണ് വരുന്നത്. സോ 11% 2000 ഷെയർസ് ബി ലിമിറ്റഡിന് ഇഷ്യൂ ചെയ്യുന്ന ആക്സിസ് ലിമിറ്റഡ് ഡെല ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്നത് 100 ഈച്ചിനാണ്, പക്ഷെ 150ക്കാണ് അവരെന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. സോ 150 എന്ന് പറയുമ്പോൾ പ്രീമിയം ആണ് 50 വരുന്നത്. സോ 2000 into 150 ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 3 lakh. You will be getting 3 lakh. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന തേർഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡെന ലിമിറ്റഡ് ഷാൽ ഇഷ്യൂ 4 equity shares of ₹10 each at ₹30 for each equity shares in Axis Limited. So Axis Limitedന്റെ each equity shares ഡെന ലിമിറ്റഡ് 4 equity shares ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച് ആണ്, പക്ഷെ അവർ കൊടുക്കുന്നത് ₹13 ആണ്. അതും എന്താണ് പ്രീമിയം ബേസിസിലാണ്. സോ നമുക്ക് നോക്കാം ഇക്വിറ്റി ഷെയർസ്. സോ ആക്സിസ് ലിമിറ്റഡിന് എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? 7,50,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഒരു ഷെയറിന് ₹100 ആണ്. സോ ടോട്ടൽ 7,500 ഇക്വിറ്റി ഷെയർസ് ആണ് ഡെന ലിമിറ്റഡിന് ഉള്ളത്. ആക്സിസ് ലിമിറ്റഡിനുള്ളത്. ആൻഡ് ഡെല ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 7,500 ഇക്വിറ്റി ഷെയർസിന് ഒരു ഷെയറിന് 4 ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇൻറ്റു 4 ഇൻറ്റു എമൗണ്ട് 10ന് 30 പേരിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ദാറ്റ് ഇസ് പ്രീമിയത്തിലാണ്. സോ ഇൻറ്റു 30 ചെയ്യുക, ദാറ്റ് ഇസ് 7,500 ഇൻറ്റു 4 ഇൻറ്റു 30. യു വിൽ ബി ഗെറ്റിംഗ് ₹9 lakh. സോ നമ്മുടെ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 12 lakh ആണ് വരുന്നത്. 12 lakh. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ലിമിറ്റഡ് ഹാസ് 10,000 equity shares of ₹10 each. The intrinsic value of the share is ₹15.
എ ലിമിറ്റഡ് ഇസ് ടു ടേക്ക് ഓവർ ബൈ ബി ലിമിറ്റഡ്. സോ എ ലിമിറ്റഡിനെ ടേക്ക് ഓവർ ചെയ്യുന്നത് ബി ലിമിറ്റഡ് ആണ്. സോ എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയും ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയുമാണ്. And B Limited, which has an intrinsic value of ₹30 per share. Find out share exchange ratio and purchase consideration. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോയും അതേപോലെ പർച്ചേസ് കൺസിഡറേഷനും കാൽക്കുലേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് എക്സ്ചേഞ്ച്, അതായത് ഇവിടെ നമുക്ക് ഷെയർസിന്റെ ഇക്വിറ്റി ഷെയർസിന്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകും ഇതെന്ന് പറയുന്നത് ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ മെത്തേഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് ആണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ആണ് ഉള്ളത്. ആൻഡ് അതാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതായത് ബി ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ, പർച്ചേസ് കൺസിഡറേഷൻ്റെ വാല്യൂ ആണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. സോ എ ലിമിറ്റഡിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ആൻഡ് ബി ലിമിറ്റഡിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. സോ എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് 15:13 ആണ്. ദാറ്റ് ഇസ് എ ലിമിറ്റഡ് ഇസ് ടു ബി ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ 15:13 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1:2 ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റേഷ്യോ വരുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? എ ലിമിറ്റഡിന് ബി ലിമിറ്റഡിൻ്റെ 2 ഷെയർ എന്ന് പറയുന്നത് എ ലിമിറ്റഡിൻ്റെ 1 ഷെയർ ആണ് എന്നാണ്. ഓക്കെ, ബി ലിമിറ്റഡിൻ്റെ 2 ഷെയർ ആണ് എ ലിമിറ്റഡിന് 1 ഷെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് 1:2 റേഷ്യോയുടെ അർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. സോ നമുക്ക് ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ കിട്ടി, 1:2 എന്നാണ് കിട്ടിയത്. സോ ഈ ഒരു റേഷ്യോ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? എ ലിമിറ്റഡിന്റെ 1 ഷെയറിന് ഈക്വൽ ആണ് ബി ലിമിറ്റഡിന്റെ 2 ഷെയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ആണെന്ന്. സോ 10,000 ഇൻറ്റു 10,000 ഇക്വിറ്റി ഷെയർസിന്റെ ആണ് എ ലിമിറ്റഡിന്റെ ഇൻറ്റു എത്ര ഷെയർസ് ആണ് ബി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്നത്? ഇവരുടെ 1 ഷെയർസ്, അതായത് നമ്മുടെ എ ലിമിറ്റഡിന്റെ 1 ഷെയർ എന്ന് പറയുന്നത് ബി ലിമിറ്റഡിന്റെ 2 ഷെയറിന് തുല്യമാണ്. അപ്പോ ഇൻറ്റു 1/2 ചെയ്യുക. 1/2 ആൻഡ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ബി ലിമിറ്റഡ്. ഇൻട്രൻസിക് വാല്യൂ ഓഫ് ബി ലിമിറ്റഡ് 30 ആണ്. സോ ഇൻറ്റു 30. So you will be getting ₹1,50,000 as purchase consideration. So ഇങ്ങനെയാണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡിന്റെ അണ്ടറിൽ നമ്മൾ ഒരു പർച്ചേസ് കൺസിഡറേഷൻ സോൾവ് ചെയ്യേണ്ടത്. അത് ഇക്വിറ്റി ഷെയർസ് മാത്രമായിരിക്കും. ഇക്വിറ്റി ഷെയർസിന്റെ ഇൻട്രൻസിക് വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡിലെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. So don't forget to like, share and subscribe our channel. Thank you for watching.